നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ കോടതി ജഡ്ജി ഹണി എം വർഗീസ് സംശയമുനയിൽ. പീഡന ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചെന്ന് കണ്ടെത്തിയ ഫോറൻസിക് റിപ്പോർട്ട് ഹണി എം വർഗീസ് പൂഴ്ത്തി. 2020 ജനുവരി 29 ലഭിച്ച ഫോറൻസിക് റിപ്പോർട്ടാണ് മറച്ചുവെച്ചത്. ഒളിച്ചുവെച്ച റിപ്പോർട്ടിലെ വിവരങ്ങൾ റിപ്പോർട്ടറാണ് പുറത്തെത്തിച്ചത്. റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ് റോഷിപാൽ നൽകും വിവരങ്ങൾ. റോഷിപാൽ, ഇതിലെ ഈ റിപ്പോർട്ട് എന്തിനാണ് ജഡ്ജ് പൂഴ്ത്തിവെച്ചത് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നുണ്ട്. അതിലെ പല കാര്യങ്ങളും ഫോറൻസിക് റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു. ഇന്നലെ നൽകിയ റിപ്പോർട്ട്, ഇന്നലെ നമ്മൾ പുറത്തുവിട്ട വിവരങ്ങൾ ഉൾപ്പെടെ ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് ഈ ജഡ്ജിന്റെ റിപ്പോർട്ടിലുമുള്ളത്. പക്ഷേ ഏറ്റവും പ്രധാനമായ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു എന്നത് തന്നെയാണ് അവരെ സംശയമുനയിൽ നിർത്തുന്നത്. വിനീത, നടിയെ ആക്രമിച്ച കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് മെമ്മറി കാർഡ്. ആ മെമ്മറി കാർഡിലാണ് പീഡന ദൃശ്യങ്ങളുള്ളത്. ആ മെമ്മറി കാർഡ് അത് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിലും ഒപ്പം ജില്ലാ സെഷൻസ് കോടതിയിലും വെച്ച് നിയമവിരുദ്ധമായി പരിശോധിച്ചു, അതിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചു എന്ന കണ്ടെത്തൽ ആദ്യം അറിയുന്നത് അന്നത്തെ വിചാരണ കോടതി ജഡ്ജായിരുന്ന ജഡ്ജി ഹണി എം വർഗീസ് ആയിരുന്നു. ഹണി എം വർഗീസിന് തിരുവനന്തപുരം ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ നടത്തിയ പരിശോധനയുടെ റിപ്പോർട്ട് ലഭിച്ചു. അത് റിപ്പോർട്ട് ലഭിച്ച് ഏതാണ്ട് 2 വർഷക്കാലം റിപ്പോർട്ട് ഹൈക്കോടതിയോ അല്ലെങ്കിൽ പ്രോസിക്യൂഷനെയോ അന്വേഷണ സംഘത്തെയോ അറിയിക്കാതെ ജഡ്ജ് പൂഴ്ത്തിവെച്ചു. എന്തിനാണ് ആ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത് എന്നതിന് കൃത്യമായ മറുപടി നൽകാൻ ജഡ്ജിന് സാധിച്ചില്ല. സുപ്രീം കോടതി ഇത് രഹസ്യമായി വെക്കണമെന്ന നിർദ്ദേശം നൽകിയെന്നാണ് ഹണി എം വർഗീസ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നൽകിയ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ സുപ്രീം കോടതി അങ്ങനെ ഒരു നിർദ്ദേശം ഒരു ഘട്ടത്തിൽ പോലും കോടതികൾക്ക് നൽകിയിരുന്നില്ല. ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട പരിശോധന അത് ഓരോ കോടതികളിലേക്കും മെമ്മറി കാർഡ് മാറ്റുമ്പോൾ അല്ലെങ്കിൽ ക്ലോൺ കോപ്പി എടുക്കുന്ന ഘട്ടത്തിലൊക്കെ ഇത് മുഴുവൻ പരിശോധന നടത്തും. ഇത് ഏതെങ്കിലും ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഹാഷ് വാല്യൂവിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. ആ തരത്തിലുള്ള ഒരു പരിശോധനയിലാണ് ഏറ്റവും നിർണായകമായി ഈ ദൃശ്യങ്ങൾ അനധികൃതമായി പരിശോധിക്കപ്പെട്ടു എന്ന റിപ്പോർട്ട് ലഭിക്കുന്നത്. ഒന്ന്, ആ റിപ്പോർട്ട് ഞെട്ടിക്കുന്ന റിപ്പോർട്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയായിരുന്നു ആ റിപ്പോർട്ടിൻ്റെ പ്രധാന ഭാഗം. ആ ഭാഗമായിരുന്നു ഫെബ്രുവരി 2022 ആദ്യവാരം 4-5 തീയതികളെ റിപ്പോർട്ടർ TV പുറത്തുവിട്ടത്. അതിന് പിന്നാലെയാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആവശ്യപ്പെട്ട അതിജീവിത രംഗത്തെത്തുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായത്. ഏതായാലും ദൃശ്യങ്ങൾ അടങ്ങുന്ന മെമ്മറി കാർഡ് ആക്സസ് ചെയ്താൽ അവിടെ സംഭവിക്കുന്നത് ഇതിൻ്റെ ഹാഷ് വാല്യൂ തുടർച്ചയായി മാറുമ്പോൾ ഇതിൻ്റെ നിയമപരമായ സാധുത നഷ്ടപ്പെടും എന്നുള്ളതാണ്. അങ്ങനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ഇല്ലാതാകുന്നു. പിന്നീട് സ്വാഭാവികമായി ഈ കേസിലെ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള അവസരം ലഭിക്കും. അതിനുവേണ്ടി ബോധപൂർവമാണോ ഇങ്ങനെ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി തുറന്നു പരിശോധിച്ചത് എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതല്ലാതെ ഈ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ പകർത്താനാണോ എന്നത് മറ്റൊരു സംശയം. ഏതായാലും മെമ്മറി കാർഡിനൊപ്പം തന്നെ ഒരു USB കൂടി ദൃശ്യങ്ങളുടെ പകർപ്പായി അന്ന് CFSL കൈമാറിയിരുന്നു. ഏതെങ്കിലും ഘട്ടത്തിൽ കോടതി നടപടിയുടെ ഭാഗമായി ദൃശ്യങ്ങൾ കാണണമെങ്കിൽ ഈ USB ഉള്ള ദൃശ്യങ്ങളാണ് കാണേണ്ടത്. ഈ മെമ്മറി കാർഡ് സീൽഡ് കവറിൽ കോടതി ചെസ്റ്റിലാണ് സൂക്ഷിക്കേണ്ടത്. അതിനു പകരം മജിസ്ട്രേറ്റ് ഉൾപ്പെടെ കോടതി ജീവനക്കാർ, ജുഡീഷ്യൽ ഓഫീസർമാരൊക്കെ ഇത് അവരുടെ സ്വന്തം വീടുകളിൽ പോയി സ്വകാര്യമായി ഈ ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു, മൊബൈൽ ഫോണിൽ പരിശോധിക്കുന്നു, കമ്പ്യൂട്ടറിൽ പരിശോധിക്കുന്നു. ആ തരത്തിൽ ഒരുപക്ഷെ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ ഒരു പീഡന കേസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ഇത്രയും ലാഘവത്തോടെ കൈകാര്യം ചെയ്ത ഒരു കേസും ഉണ്ടാവില്ല. ഏതായാലും ഒട്ടനവധി കേസുകൾ നമ്മുടെ കോടതികളിൽ പോക്സോ കേസുകളും മറ്റ് കേസുകളും എത്തുന്നുണ്ട്. അവിടെയൊക്കെ ഡിജിറ്റൽ തെളിവുകളുണ്ട്. കുട്ടികളുടെ അടക്കം അല്ലെങ്കിൽ പെൺകുട്ടികളുടെ, യുവതികളുടെയൊക്കെ ദൃശ്യങ്ങളുണ്ട്. ആ ദൃശ്യങ്ങളൊക്കെ, പീഡന ദൃശ്യങ്ങളൊക്കെ അവിടെ സുരക്ഷിതമാണെന്നാണ് ഈ അതിജീവിതമാർ കരുതുന്നത്. അതിനപ്പുറത്തേക്ക് അത് സുരക്ഷിതമല്ല എന്ന് കരുതുമ്പോൾ ഉണ്ടാകുന്ന സാമൂഹ്യ പ്രത്യാഘാതം കൂടി ഈ ജുഡീഷ്യൽ സംവിധാനം മനസ്സിലാക്കേണ്ടതായിരുന്നു. ഏതായാലും ഇതിനെക്കുറിച്ചുള്ള ഗൗരവത്തോടെയുള്ള അന്വേഷണമാണ് ആവശ്യം. ഇതാവശ്യപ്പെട്ടുകൊണ്ടാണ് അതിജീവിത കോടതിയെയും സമീപിച്ചത്.